രാജ്യത്തെ കീറിമുറിക്കുവാനുള്ള കേന്ദ്ര സർക്കാർ അജണ്ടയ്ക്കെതിരെയുള്ള ജനങ്ങളുടെ പ്രതികരണവുമായി ഈ തിരഞ്ഞെടുപ്പ് മാറും. ഇന്ത്യൻ മുന്നണിക്ക് കരുത്തു പകരാൻ കെ സുധാകരൻ കണ്ണൂരിൽ നിന്നും പാർലമെന്റിൽ ഉണ്ടാകുമെന്നും കണ്ണൂരിന്റെ ജനമനസ്സറിയുന്ന നേതാവാണ് കെ സുധാകരനെന്നും കണ്ണൂർ പാർലമെന്റ് മണ്ഡലം UDF സ്ഥാനാർത്ഥി കെ സുധാകരന്റെ ഇരിക്കൂർ നിയോജക മണ്ഡലത്തിലെ പര്യടന പരിപാടി മണക്കടവിൽ ഉദ്ഘാടനം ചെയ്തു ഷാനിമോൾ ഉസ്മാൻ പറഞ്ഞു. TNA ഖാദർ അധ്യക്ഷത വഹിച്ചു. സജി ജോസഫ് MLA, സോണി സെബാസ്റ്റ്യൻ, PT മാത്യു, ഡോക്ടർ KV ഫിലോമിന, വർഗീസ് വയലാമണ്ണിൻ, KC വിജയൻ, കൊയ്യൻ ജനാർദ്ദനൻ, തോമസ് വക്കത്താനം, റിജിൽ മാക്കുറ്റി, ജോജി വട്ടോളി, വിജു പുണയന്തൊട്ടി, ജോഷി കണ്ടത്തിൽ, വിജിൽ മോഹനൻ, മൂസൻ കാതിയോട്, ഐബിൻ ജേക്കബ്, ജോയിച്ചൻ പള്ളിയിൽ, ജെയിംസ് പന്നിയമാക്കൽ, ബെന്നി പിടിയേക്കൽ, ജോസ് പറയൻകുഴി, നാരായണൻ, ഷെന്നി മാക്കൂട്ടത്തിൽ, ടെസ്സി തുടങ്ങിയവർ സംസാരിച്ചു. സുധാകരൻ അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഞാൻ എല്ലാവർക്കും വേണ്ടി ബഹുമാനായ ശ്രീ കെ സുധാകരനെ, നമ്മുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥിയെ സ്വാഗതം ചെയ്യുന്നു. മണക്കടവിന് വേണ്ടി, ഉദയഗിരി മണ്ഡലം UDF കമ്മിറ്റിക്ക് വേണ്ടി, ഇരിക്കൂർ നിയോജകമണ്ഡലം UDF കമ്മിറ്റിക്ക് വേണ്ടി ഞാൻ അദ്ദേഹത്തെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഞാൻ ദീർഘമായ കാര്യങ്ങളിലേക്ക് ഒന്നും കിടക്കുന്നില്ല. ആരാധനാ സ്വാതന്ത്ര്യമടക്കം നിലനിൽക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന സുപ്രധാനമായ തെരഞ്ഞെടുപ്പാണ് ഏപ്രിൽ മാസം 26-ാം തീയതി നടക്കാൻ പോകുന്നത്. കുറച്ച് കാലങ്ങളായിട്ട് നമ്മളൊക്കെ പ്രതീക്ഷിക്കുകയാണ് 2024-ലെ പൊതു തെരഞ്ഞെടുപ്പ്. 2024-ലെ പൊതു തെരഞ്ഞെടുപ്പിന് ആവേശത്തോടു കൂടിയാണ് രാജ്യത്തെ ജനങ്ങൾ നോക്കിക്കാണുന്നത്. അത് മറ്റൊന്നും കൊണ്ടല്ല, രാജ്യത്തെ തന്നെ ഇല്ലാതെയാക്കുന്ന നരേന്ദ്രമോദിയുടെ ഗവൺമെന്റിനെ പിഴുതെറിയുന്നതിന് വേണ്ടിയിട്ടുള്ള അവസരമാണ് ഈ തെരഞ്ഞെടുപ്പിലൂടെ ജനങ്ങൾ നോക്കിക്കാണുന്നത്. ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം അതുകൊണ്ട് തന്നെ വളരെ വലുതാണ് എന്ന് ഞാൻ ആമുഖമായി തന്നെ സൂചിപ്പിക്കുന്നു. രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റ് കഴിഞ്ഞ 10 വർഷക്കാലമായി എന്താണ് ഇവിടെ നാട്ടിൽ ചെയ്തിട്ടുള്ളത്? നമ്മളെയെല്ലാം പല തട്ടുകളിലാക്കി ജാതിയുടെയും മതത്തിന്റെയും കമ്പാർട്ട്മെന്റുകളിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഗൂഢമായ പരിശ്രമങ്ങളുമായി മുന്നോട്ട് പോകുന്നു. മന്ത്രിയാകാൻ പോകുന്നു കേട്ടപ്പോ മറ്റൊരു ആരോപണം വന്നു, പണ്ഡിറ്റ്ജി ഇവിടെ പരിചയസമ്പന്നനായ ഒരു ഭരണാധികാരിയല്ല, അതുകൊണ്ട് ഇന്ത്യ രാജ്യത്തിന്റെ വൈരുദ്ധ്യങ്ങളെയൊന്നും കോർത്തിണക്കി കൊണ്ടുപോകാൻ പണ്ഡിറ്റ്ജിക്ക് സാധിക്കില്ല എന്നൊരു ആക്ഷേപം മറുഭാഗത്ത് വന്നു. പക്ഷേ എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ലളിതമായി ഓർമ്മിപ്പിക്കുന്നു, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന് ശേഷം ഡോക്ടർ മൻമോഹൻ സിംഗ് വരെ ഇന്ത്യ ഭരിച്ചത് കോൺഗ്രസിന്റെ പ്രധാനമന്ത്രിമാരാണ്. ഈ വൈരുദ്ധ്യങ്ങളും വൈജാത്യങ്ങളും വ്യത്യസ്തമായ മതങ്ങളും ജാതികളും ഒക്കെ നിൽക്കുന്ന ഇന്ത്യ രാജ്യത്ത് എല്ലാ ആളുകളെയും ഒരു അമ്മ പെറ്റ മക്കളെ പോലെ ഒറ്റക്കെട്ടായി ഒരു കുടുംബമായി ഇന്ത്യ രാജ്യത്തെ നിലനിർത്തി കൊണ്ടുപോകാൻ കോൺഗ്രസിന്റെ ഭരണകൂടത്തിന് സാധിച്ചു എന്ന രാഷ്ട്രീയ യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ എന്റെ പ്രിയപ്പെട്ടവർക്ക് സാധിക്കണം എന്നാണ് എനിക്ക് നിങ്ങളോട് അപേക്ഷിക്കാനുള്ളത്. കോൺഗ്രസിനെ അത് സാധിക്കൂ, മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും സാധിക്കില്ല. അതുകൊണ്ട് ഇന്ത്യ രാജ്യത്ത് കോൺഗ്രസിന്റെ കയ്യിലേക്ക് നിങ്ങൾ ഈ അധികാര കൈമാറ്റം നടത്തണം. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്നിട്ട് 10 വർഷമേ ആയിട്ടുള്ളൂ. 10 വർഷം. മണിപ്പൂർ പോയി, ഒരു സംസ്ഥാനം പോയി. നമ്മുടെ നാട്ടിൽ ക്രിസ്ത്യാനികൾ മാത്രം ജീവിച്ചിരുന്ന മണിപ്പൂർ അടിച്ച് വെട്ടി ക്ലീൻ ചെയ്തു, വെടിവെച്ച് കൊന്നു. ആയിരക്കണക്കിന് ആളുകളെ വെടിവെച്ച് കൊന്നു, പള്ളികൾ തകർത്തു, സ്കൂളുകൾ തകർത്തു. മണിപ്പൂരില്ല. നിങ്ങൾ ഓർക്കണം, 10 വർഷം നരേന്ദ്രമോദി ഇന്ത്യ ഭരിക്കുമ്പോ മണിപ്പൂർ സംസ്ഥാനം മാറ്റപ്പെട്ട ഇന്ത്യയിൽ നാളെ നിങ്ങൾ ഈ രാജ്യത്തിന്റെ ഭരണം അവരെ കയ്യിലേൽപ്പിച്ചാൽ ഈ നാട് എവിടെ എന്ന് പരിശോധിക്കാൻ നിങ്ങൾക്ക് സാധിക്കണമെന്ന് ഓരോ വോട്ടർമാരോടും ഞാൻ ആവശ്യപ്പെടുകയാണ്.